ആരെ വേണമെങ്കിലും വിട്ടയക്കാം, പക്ഷെ ചിലരെ വിട്ടയക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പലസ്തീൻ ജനപ്രിയ നേതാവായ മർവാൻ ബർഗൂട്ടിയെ വിട്ടയക്കില്ല. രണ്ട് വർഷക്കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഒരു കടുത്ത നിലപാട് ഇങ്ങനെയാണ്. നിലവിലെ കരാർ പ്രകാരം ഹമാസും ഇസ്രായേലും ബന്ദിമോചനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഗാസയിൽ സമാധാനം പുലരുകയാണ് എന്ന നേരിയ ആശ്വാസം വന്നു തുടങ്ങി. ഗാസയിൽ നിന്ന് 1700 തടവുകാരെയും 250ഓളം പലസ്തീനികളെയും ഇസ്രായേൽ മോചിപ്പിക്കുമെന്നും 20 ഇസ്രായേലി തടവുകാരെ ഹമാസ് മോചിപ്പിക്കുമെന്നുമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എങ്കിലും മർവാൻ ബർഗൂട്ടിയെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പക്ഷം. ഈ വാർത്തയ്ക്ക് പിന്നാലെ ചർച്ചകളും ആരംഭിച്ചു. മർവാൻ ബർഗൂട്ടിയെ ഇസ്രായേലിന് ഇത്രയ്ക്ക് പേടിയാണോ? അങ്ങനെ പേടിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ആ ചർച്ച. ഹമാസിന്റെ യഹിയ സിൻവാറിനെ പോലെ തന്നെ പലസ്തീനികൾക്കിടയിൽ പ്രമുഖനായ നേതാവാണ് മർവാൻ ബർഗൂത്തി. വെസ്റ്റ് ബാങ്കിൽ ബർഗൂത്തി ജനിച്ച അതേ വർഷം 1959 തന്നെയാണ് പലസ്തീനികളുടെ വിമോചനം തേടുന്ന ഫത എന്ന സംഘടന നിലവിൽ വന്നത്. കൗമാരകാലത്ത് മേഖലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബർഗൂട്ടി ചേർന്ന് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പലസ്തീൻ മേഖലയിൽ സജീവമായിരുന്ന പലസ്തീൻ ലിബറേഷൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി. ശേഷം 1974 ഫതയിൽ ചേർന്നു. വർഷങ്ങൾക്കിപ്പുറം ഫതയിലെ പ്രധാന നേതൃനിരയിലേക്ക് എത്തിയ ബർഗൂട്ടി പല പ്രാവശ്യം ഇസ്രായേൽ സേനയുടെ പിടിയിലാവുകയും ജയിലിൽ പോവുകയും ചെയ്ത ആളുമാണ്. ഇന്നും ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ബർഗൂട്ടിക്ക് ഫതയിൽ അംഗമായതിന്റെ പേരിൽ 1978 ആദ്യമായി ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ബർഗൂട്ടി 5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. തടവ് ശിക്ഷയ്ക്കിടെയാണ് പുസ്തകങ്ങളെക്കുറിച്ചും പുറം ലോകത്തെ വിശാലമായ സാധ്യതകളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ജയിൽ മോചിതനായെങ്കിലും പ്രതിഷേധങ്ങളുടെ പേരിൽ പലതവണ ജയിലിൽ അടയ്ക്കപ്പെടുകയും മോചിതനാക്കപ്പെടുകയും ചെയ്തിരുന്നു ബർഗൂട്ടി. 1987 ഫതയിൽ ബർഗൂട്ടി തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. അക്കാലയളവിലാണ് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധ പരമ്പരകൾ പല ഭാഗത്തു നിന്നും പൊട്ടിപ്പുറപ്പെട്ടതും, അതായത് ഒന്നാം ഇന്തിഫാദയുടെ കാലത്ത്. ബർഗൂട്ടിയും സംഘവും ലോകമെമ്പാടും സഞ്ചരിച്ച് ഫത്തേ മുന്നേറ്റങ്ങൾക്കായുള്ള സാമ്പത്തികം കണ്ടെത്തി. 2000 സെപ്റ്റംബറിൽ ആരംഭിച്ച രണ്ടാം ഇന്തിഫാദയിലും വലിയ പങ്ക് വഹിച്ച ആളാണ് ഈ പറയുന്ന ബർഗൂട്ടി. 2006 പലസ്തീനിൽ ജനകീയ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടാമത്തെ തവണ വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഹമാസ് വിജയിച്ചെങ്കിലും വിവിധ സംഘടനകൾക്കിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള ചുമതല അന്ന് ബർഗൂട്ടിക്കായിരുന്നു. ആ അവസരം ബർഗൂട്ടി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സമാധാന ചർച്ചയിൽ പലസ്തീന് വേണ്ടിയുള്ള ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകിയതും ഈ ബർഗൂട്ടി തന്നെയായിരുന്നു. ഇസ്രായേൽ അധിനിവേശത്തെ ഏത് വിധേനയും ചെറുക്കണമെന്നായിരുന്നു ബർഗൂട്ടിയുടെ നയവും. ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടമാണ് ഹമാസും നടത്തിയിരുന്നത്. എങ്കിലും ബർഗൂട്ടി ഹമാസിനോട് അനുകൂല നിലപാടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്. 2022 ഏപ്രിലിലാണ് ബർഗൂട്ടി ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര സംഘടനയായ ഷിൻ ബെറ്റിന്റെ ചാരക്കണ്ണിൽ കുടുങ്ങുന്നത്. 100 വർഷത്തിലേറെയായി ചോദ്യം ചെയ്യൽ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ജെറുസലേമിലെ ജയിലിലേക്കാണ് ബർഗൂട്ടിയെ ഇസ്രായേൽ അന്ന് കൊണ്ടുപോയതും. അന്ന് കൊലപാതകം ഉൾപ്പെടെ 37 കേസുകളായിരുന്നു ബർഗൂട്ടിയുടെ പേരിലുണ്ടായിരുന്നത്. ഉറങ്ങാൻ പോലും സമ്മതിക്കാതെയായിരുന്നു ഇസ്രായേലിന്റെ അന്നത്തെ ചോദ്യം ചെയ്യലും. 2025 ഓഗസ്റ്റിലാണ് ഇസ്രായേൽ പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെ ബർഗൂട്ടിയെ അവസാനമായി പുറം ലോകം കണ്ടത്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരെയും ഇസ്രായേൽ നേരിടുമെന്നും അവരെ തുടച്ചു നീക്കുമെന്നും പറഞ്ഞ് ബർഗൂട്ടിക്ക് ഇസ്രായേൽ താക്കീത് നൽകുന്ന ദൃശ്യമായിരുന്നു അത്. ഇനി ഇസ്രായേൽ ഭയക്കുന്ന കാര്യം പറയാം. ബന്ദിമോചന സമയത്ത് ബർഗൂട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ പലസ്തീനികളുടെ ശക്തമായ ഒരു സമര നേതാവാകാൻ ബർഗൂട്ടിക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മറ്റേതൊരു തടവുകാരനെ മോചിപ്പിച്ചാലും ബർഗൂട്ടിയെ മോചിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണവും അതാണ്. വർഷങ്ങളായി പലസ്തീനികളെ ഭിന്നിപ്പിച്ചു നിർത്തുകയും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഭരണകൂടത്തെ ദുർബലമാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ നയം. എന്നാൽ അബ്ബാസിനേക്കാൾ പലസ്തീനെ നയിക്കാൻ കെൽപ്പുള്ള ആളാണ് ബർഗൂട്ടി എന്ന് ഇസ്രായേലിനറിയാം. അതൊഴിവാക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ ശ്രമമെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണെങ്കിലും ഗാസയിൽ ബന്ദികളുടെ കൈമാറ്റം നടക്കുന്ന വേളയിൽ ബർഗൂട്ടി പുറത്തിറങ്ങുമോ എന്നാണ് പലസ്തീൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. പക്ഷേ അതിന് സാധ്യതയില്ലെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാടുകൊണ്ട് വ്യക്തമാകുന്നത്.